70 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സിൽ എംഫോർടെക്കിന്റെ യൂട്യൂബ് ചാനൽ എന്നാണ് ആൾക്കാർ മെസ്സേജ് വന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനൽസിൽ അത് ഉൾപ്പെട്ടു. ഓക്കെ, എംഫോർടെക്കിന്റെ ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനൽ ഉൾപ്പെട്ടു. ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്ത ഡയറക്റ്റ് ബൈക്കിന് ഒരു വീഡിയോ അത് ഇപ്പോൾ കാണാനല്ലേ യൂട്യൂബിൽ. ഓക്കെ, ആ വീഡിയോ കാണാനല്ല മാത്രമല്ല അതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഹോളോഗ്രാമിന്റെ ഒരു വീഡിയോ തമ്പിനായി ചേഞ്ച് ചെയ്ത് വന്നിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആകെ പേടിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും മലയാളികൾക്കായിട്ടുള്ള അത്രയും പോപ്പുലർ ചാനലാണ് എംഫോർടെക്ക്. അതിന്റെ ഹാക്കായി പോകാനോ പേടിച്ചിട്ട് ചില വീഡിയോസ് കാണാതാക്കുക, ചില വീഡിയോസ് പ്രൈവറ്റ് ആ, ചില വീഡിയോസിന് തമ്മിൽ മാറിപ്പോവുക. യൂട്യൂബിന് ടീമായിട്ട് കോൺടാക്ട് ചെയ്തു. ഓക്കെ, കാരണം ചാനൽ ലിങ്ക് എടുത്ത് നമുക്ക് കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സിലെ ചാനൽസ് യൂട്യൂബിൻ്റെ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ചാറ്റ് വഴി കോൺടാക്ട് ചെയ്യാം. നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂലേ, അതുവരെ നമുക്ക് യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് യൂട്യൂബിനെ ടീമിനെ പോയി കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കുറച്ച് നെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഇവിടെ കിട്ടി. ഇനി അതിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. മനസ്സിലാക്കാൻ പുതിയ സ്വതൊക്കെ അപ്പൊ കഴിച്ച് ഇന്നലെ ഞാൻ ജസ്റ്റ് യൂട്യൂബിലൂടെ ഇങ്ങനെ സെർച്ച് യൂട്യൂബിൽ കുറെ വീഡിയോസും കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്കൊരു പോപ്പപ്പ് മെസ്സേജ് വന്നു. നോക്കുക, പോപ്പപ്പ് മെസ്സേജ് മീൻസ് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നോക്കുക, അപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കയറി നോക്കുമ്പോഴാണ് അറിഞ്ഞത് എംഫോർടെക് എന്ന യൂട്യൂബ് ചാനലുണ്ട് 70 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സിൽ എംഫോർടെക്കിന്റെ യൂട്യൂബ് ചാനൽ എന്നാണ് ആൾക്കാർ മെസ്സേജ് വന്നു. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആരെ സൈറ്റിൽ അവിടെ ഒരു പുതിയ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയി കണ്ടു. വീഡിയോ വേറെ എന്തായിരുന്നു, ജസ്റ്റ് ഒരു ബീഫിൻ്റെ ഒരു സംഭവം കഴിഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ആ വീഡിയോ മൊത്തം കണ്ടു, ലൈക്ക് അടിച്ച് ഞാൻ തിരിച്ച് പോരൻ്റെ അടുത്തേക്ക് തോന്നി അവരുടെ സബ്സ്ക്രൈബർ ആണ്ട് തന്നെ ഇനി അവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഒക്കെ നോക്കാൻ വിചാരിച്ചു. ഓക്കെ, കാരണം അവരുടെ എല്ലാ വീഡിയോസിൻ്റെ വ്യൂസും നോക്കണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ആകാംക്ഷൻ്റെ പുറത്തും ജസ്റ്റ് അവരുടെ ചാനലിൽ കയറിയാണ്ട് വീഡിയോസ് ചെക്ക് ചെയ്യാൻ ഇടയിൽ കഴിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയി അപ്ലോഡ് ചെയ്ത ഡയറക്റ്റ് ബൈക്കിന് ഒരു വീഡിയോ അത് ഇപ്പോൾ കാണാനല്ലേ യൂട്യൂബിൽ നിന്ന്. ഓക്കെ, ആ വീഡിയോ കാണാനല്ല മാത്രമല്ല അതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഹോളോഗ്രാമിന്റെ ഒരു വീഡിയോ തമ്പിനായി ചേഞ്ച് ചെയ്ത് വന്നിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആകെ പേടിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും മലയാളികൾക്കായിട്ടുള്ള അത്രയും പോപ്പുലർ ചാനലാണ് എംഫോർടെക്ക്. അതിന്റെ ഹാക്കായി പോകാനോ പേടിച്ചിട്ട് ഞാൻ എന്താട്ടി ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാറില്ല. അപ്പൊ ഞാൻ എന്താട്ടി നേരെ യൂട്യൂബിന് ടീമായിട്ട് കോൺടാക്ട് ചെയ്തു. ഓക്കെ, കാരണം ചാനൽ ലിങ്ക് എടുത്ത് നമുക്ക് കുറച്ച് അത്യാവശ്യം ഫോളോവേഴ്സിലെ ചാനൽസ് യൂട്യൂബിൻ്റെ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ചാറ്റ് വഴി കോൺടാക്ട് ചെയ്യാം. നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂലേ, അതുവരെ നമുക്ക് യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ടീമിനെ പോയി കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കുറച്ച് നെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഇവിടെ കിട്ടി. ഇനി അതിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ എടുക്കും. പിന്നെ എംഫോർടെക്ക് ഫാൻസിന്റെ കഴിവ് ലൈക്കിലൂടെ തെളിയിക്കാം. നേരിടലേക്ക് പേടിപ്പിക്കുന്നില്ല. എന്തായാലും ചാനൽ ഹാക്ക് ആയതൊന്നുമല്ല, ചാനൽ ഹാക്ക് ആകാൻ പോകുമ്പോഴേ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ചില വീഡിയോസ് കാണാതാക്കുക, ചില വീഡിയോസ് പ്രൈവറ്റ് ആ, ചില വീഡിയോസിന് തമ്മിൽ മാറിപ്പോവുക. ഇത് ഹാക്ക് ആയിരുന്ന സംഭവം എന്നല്ല, ഇത് വേറെ സംഭവമാണ്. അതായത് യൂട്യൂബിനോട് ചോദിച്ചപ്പോൾ യൂട്യൂബ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യത്തെ തമ്മിൽ മാറിയതിനെ കുറിച്ച് അവർക്ക് ഒരു യാതൊരു ഐഡിയ. ചിലപ്പോൾ അവർ ഇതിന് ഒരു സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കൊടുത്ത തമ്മിൽ ഒരു ഭൂമിൻ്റെ ഒരു കൈ പിടിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന് തീരെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് CTR ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിക്ക് ത്രൂ റേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എംഫോർടെക്കിന്റെ മുഖം വെച്ചത് ചെയ്തപ്പോൾ ഒരു 18 ലക്ഷം അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വ്യൂസ് കിട്ടാൻ വേണ്ടി അവർ തമ്മിൽ മാറ്റിയതാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ആക്കിയതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് കൈസേനോട് അവർ പറഞ്ഞത്, അതായത് അത് കോപ്പോ ആക്ട് പ്രകാരം യൂട്യൂബിന്റെ പോളിസിക്ക് എതിരെ അവരിന് ഡിലീറ്റ് ആക്കിയേക്കാരം, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആൾക്കാരെ ഡിലീറ്റ് ആക്കിയേക്കാരം. ഓക്കെ, അപ്പോൾ സംഭവം എന്താ കാര്യത്തൊക്കെ പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനൽസിൽ അത് ഉൾപ്പെട്ടു. ഓക്കെ, എംഫോർടെക്കിന്റെ ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനൽ ഉൾപ്പെട്ടു. ഓക്കെ, എല്ലാ വീഡിയോസും അല്ല, ആ ഒരൊറ്റ വീഡിയോ മാത്രം. ഓക്കെ, കാരണം എംഫോർടെക്കിനെ പറഞ്ഞു ഇതിൽ കുട്ടികളുടെ ഒരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ബൈക്കാണൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ആ ഡയറക്റ്റ് ബൈക്കിന് പറഞ്ഞ കൊച്ചു കുട്ടികൾക്കുള്ള ഒരു ബൈക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബൈക്ക് അൺബോക്സ് ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക, അതൊക്കെ ചെയ്യണം. കുട്ടികളായിരിക്കും ആ വീഡിയോ കൂടുതൽ കാണുക യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം പ്രകാരം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള ചാനലായതുകൊണ്ട് തന്നെ അതിൽ കുട്ടികൾക്കുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷെ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് കോപ്പാക്റ്റിൽ കുട്ടികൾക്കുള്ള ചാനലാണ്, യൂട്യൂബിനോട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരെന്തായിട്ട് നേരെ പോയി വീഡിയോ അപ്ലോഡ് ചെയ്തു, അവർ സാധാരണ ചെയ്യുന്ന മാറ്റം. പക്ഷേ അവിടെ കുട്ടികൾക്കുള്ള ചാനലായതുകൊണ്ട് കുട്ടികൾക്കുള്ള ആ ഒറ്റ വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിന് അത് അങ്ങനെ വെക്കാൻ പാടില്ല. കാരണം അവർ കുട്ടികൾക്ക് ചാനൽ കമൻറ്റും ഉണ്ടാവില്ല, പിന്നെ ആ വീഡിയോയിൽ കുറേ സംഭവങ്ങളൊക്കെ യൂട്യൂബ് എടുത്ത് കളയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അവർ അപ്ലോഡ് ചെയ്തത് അത് മുതിർന്നവരുടെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയേക്കാം. അതെന്നായിരിക്കും അവർ ആ വീഡിയോ പ്രൈവറ്റേക്ക് വെച്ച് അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കാൻ ചാൻസ്. ഓക്കെ, അതന്നെയാണോ? ഓക്കെ, പിന്നെ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഈ കുട്ടികൾക്കുള്ള വീഡിയോസ് ആണെങ്കിൽ ഇപ്പം അടുത്ത് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലത്തെ ഫിറോസൊക്കെ ഒരു 19 കിഡ്സിൻ്റെ നൊസ്റ്റാൾജി ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കുട്ടികൾക്കുള്ള വീഡിയോ. അതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ അത് 19 കിഡ്സാണ്. അത് കുറച്ച് കാലം മുമ്പ് നടന്ന സംഭവമാണ്. അതിപ്പോൾ കാണാൻ വല്ല പോത്താരൊക്കെ അപ്പോൾ അതൊന്നും കുട്ടികളുടെ കാറ്റഗറിയിൽ ആ വീഡിയോ പെടൂല. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ മുതിർന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളുടെ കാറ്റഗറിയിൽ പെടുമല്ലോ. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ്, അതായത്
പാട്ടങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ സ്ലൈം കൊണ്ട് കളിക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാർട്ടൂൺസ് ഒക്കെ, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആയിരിക്കും. കുട്ടികളുടെ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുക. മീൻസ് തോക്കല്ല, അത്രയും ചെറിയ സംഭവങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുക. മീൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ, ഒരു സംഭവങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടോയ്സും നമ്മളൊക്കെ അൺബോക്സ് ചെയ്യുന്ന ചാനൽസിനൊക്കെയാണ്. അങ്ങനെ ചാനൽസിനായാലും അങ്ങനെ ചെയ്യുന്ന വീഡിയോസിനായാലും കോപ്ലാറ്റിൽ മെയ്ഡ് ഫോർ കിഡ്സ് കുട്ടികൾക്കുള്ള വീഡിയോസ് ആണ്. അവിടെ യൂട്യൂബിനോട് പറഞ്ഞിട്ടേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ M40 കാട്ടിയെന്ന് വെച്ചാൽ അവർ നേരെ പോയി അപ്ലോഡ് ചെയ്തോണ്ട് യൂട്യൂബിൻ്റെ ഇഷ്യൂ കാരണം ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ അവർ ആ വീഡിയോ എടുത്ത് കളഞ്ഞായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ ചോദിക്കും M40 ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു തോക്കിൻ്റെ അൺബോക്സിങ്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തോക്ക് അത്രയും ഡേഞ്ചർ ഒരു സംഭവം, കുട്ടികൾക്ക് ഒരിക്കലും അത് മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾക്കുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള സംഭവം പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് വലിയ കുട്ടികളായിരിക്കും അങ്ങനത്തെ വീഡിയോസ് കാണാം. അതുകൊണ്ട് അത് കുട്ടികളുടെ കാറ്റഗറിയിൽ പെടില്ല. പക്ഷേ ഈ അടുത്ത് അവർ അപ്ലോഡ് ചെയ്ത ഡയറക്റ്റ് ബൈക്കില്ലേ, അത് കുറച്ച് 3-4-5 വയസ്സായ കുട്ടികൾക്കെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുട്ടികളുടെ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ടായിരിക്കും അവർ ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.